ഹലോ, ഇന്ന് നമുക്കൊരു ചെറുപടേ റെസിപ്പി ആയാലോ. ഇന്ന് നമുക്ക് പെട്ടെന്ന് പോർക്ക് വീന്താലുവിൻ്റെ റെസിപ്പിയിലോട്ട് പോകാമേ. ആദ്യം ചെയ്യേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ കടുകും കൂടെ ഒന്ന് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കണേ. അതിൻ്റെ കൂടെ പിന്നെ എടുത്തു വെക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഇത് 750 ഗ്രാം പോർക്കിൻ്റെ അളവിനാണ് പറയുന്നത് കേട്ടോ. കുറച്ച് നെയ്യും കൂടുതൽ ഇറച്ചിയുമാണ്. പിന്നെ അതിലോട്ട് അരയ്ക്കാൻ വേണ്ടത് നമ്മൾ കടുകും ജീരകത്തിൻ്റെയും കാര്യം പറഞ്ഞു. ബാക്കിയുള്ളത് ഉണക്കമുളക് കുരു കളഞ്ഞിട്ട് ഒരു 22-23 എണ്ണം, ഇഞ്ചി 1.5 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം, വെളുത്തുള്ളി വലിയൊരു കുടം. ഇത്രയാണ് ആദ്യം നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരേണ്ടത് കേട്ടോ. പിന്നെ ഞാനിത് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ 2ആയിട്ടാണ് വറ്റൽമുളക് അരയ്ക്കുന്നത്. പകുതി വറ്റൽമുളക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വറ്റൽമുളക് കൂടി ഇട്ടിട്ട് പിന്നെ തക്കാളി ഒരു 2 എണ്ണമാണ് വേണ്ടത്, മീഡിയം വലിപ്പത്തിലുള്ള. അതും കൂടെ ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് അങ്ങ് അരച്ച് പേസ്റ്റ് പോലെ ആക്കണം. പിന്നെ ഒരു പാനിലേക്ക് 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ അരപ്പൊന്ന് വഴറ്റിയെടുക്കണേ. ഈ അരപ്പ് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലുമായിട്ടിട്ട് വളരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അതിലാണ് ആ ഒരു പോർക്ക് വിന്താലുവിൻ്റെ ടേസ്റ്റ് മുഴുവൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എണ്ണ കുറച്ച് കൂടുതൽ ചേർത്തത്. നിങ്ങൾ ക്ഷമയോടെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം എന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയായാലും മതി കേട്ടോ. അത് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാമേ. ആദ്യം നമ്മൾ അരച്ച് ചേർത്തപ്പോഴത്തെ ആ ഒരു അരപ്പിൻ്റെ നിറവുമായിട്ട് ഇപ്പോൾ എന്തുമാത്രം വ്യത്യാസമായെന്ന് നിങ്ങൾ കണ്ടല്ലോ. നന്നായിട്ട് അരപ്പൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പോർക്ക് കുക്ക് ചെയ്യാനുള്ള പ്രഷർ കുക്കറിലോട്ട് ആ അരപ്പിനെ മാറ്റിയിട്ട് 1-2 ചേരുവകളുണ്ട് കേട്ടോ. അത് ചിലപ്പം ചിലർ ചേർക്കത്തില്ലായിരിക്കും, പക്ഷേ ഇതും കൂടെ ചേർക്കുമ്പോൾ കുറേ കൂടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അല്ലാതെ ഉണ്ടാക്കിയാലും നല്ലതാണ്. ഇത് ഞാൻ ചേർത്തിരിക്കുന്നത് ചില്ലി മസ്റ്റേർഡ് സോസാണ് 2 ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, എന്നാലും കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്ക് ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഉലർത്തിയെടുക്കണം. കുറച്ച് നേരം ഇതിനകത്തിട്ട് തന്നെ നമ്മളൊന്ന് വഴറ്റുമ്പോഴത്തേക്ക് പോർക്കയിലൊക്കെ കുറച്ചുകൂടി ആരപ്പൊക്കെ ഒന്ന് പിടിക്കുമേ. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് എക്സ്ട്രാ ചേർക്കുന്ന ഒരു സാധനം 1 ടീസ്പൂൺ സോയാ സോസും കൂടെ, ഡാർക്ക് സോയാ സോസാണ് ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾ ലൈറ്റ് സോയാ സോസ് ആണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1-2 ടീസ്പൂണും ചേർക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ, ഈ സോസിനൊക്കെ ഉപ്പുണ്ട്. അതുകൊണ്ട് ഉപ്പ് ഈ സോസൊക്കെ ചേർത്ത് ഇളക്കി നോക്കി കഴിഞ്ഞിട്ട് മാത്രമേ ഉപ്പ് ചേർക്കാവുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് ഇട്ട് പ്രഷർ കുക്കറിൽ ഒരു 4 വിസിൽ കുക്ക് ചെയ്യണം. ഇച്ചിരി പോലും വെള്ളം ഒഴിക്കാതെ വേണം നിങ്ങൾ കുക്ക് ചെയ്യാനായിട്ട്. അഥവാ നിങ്ങൾക്ക് അടിക്ക് പിടിക്കുമെന്ന് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കൂടുതൽ ഒഴിക്കരുത്. ഞാൻ 4 വിസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളൊരു 3 വിസിൽ കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാതിരിക്കരുത് കേട്ടോ. ഓരോ പോർക്കും ഓരോന്ന് പോലെയാണെന്ന് നിങ്ങൾക്കറിയാലോ. ഈ ഒരു പോർക്ക് വിന്താലോ അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തി പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ നല്ല ഒന്നാന്തരം ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചടപടയെ പോർക്ക് വിന്താലു റെഡി. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാതിരിക്കില്ലേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്